നമസ്കാരം. സുഭാഷിതം. ശുഗവത് ഭാഷണം കുര്യാത് ഭഗവദ്ധ്യാനമാചരേത് അജവച്ച വർണ്ണം കുര്യാത് ഗജവത് സ്നാനമാചരേത്. ശുഗവത് തത്തയെപ്പോലെ മധുരമായി സംസാരിക്കുവാൻ പഠിക്കണം. കൊക്കിനെ പോലെ ഏകാഗ്രത ശീലിക്കണം. ആട് ചവയ്ക്കുന്നത് പോലെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം. ആന കുളിക്കുന്നത് പോലെ കുളിക്കുകയും വേണം. ഇതാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത്. തത്തയെപ്പോലെ മധുരമായി സംസാരിക്കണം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മധുരത സംസാരത്തിൽ ഒക്കെ ഉണ്ടാവണം. മാധുര്യമായ വാക്കുകൾ മധുരമായി സംസാരിക്കാൻ പഠിക്കണം. കൊക്കിനെ പോലെ ഏകാഗ്രത ശീലിക്കണം. കൊക്ക് ഉറങ്ങുമ്പോൾ പോലും ഒരു കാല് പൊക്കി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. കാരണം അത്ര ഏകാഗ്രമായ സൂക്ഷ്മമായ ഒരു വ്യക്തത, ഏകാഗ്രചിത്തനായ ഒരാളാണ് കൊക്കെന്ന് പറയുന്നത്. ആ മനസ്സോടു കൂടിയാണ് നിൽക്കുന്നത്. എപ്പോൾ സംഭവിച്ചാലും അലേർട്ടായിട്ട് ഇരിക്കണം. ആ ശീലം കൊക്കിനെ പോലെയുള്ള ശീലം ഉണ്ടാവണം. പിന്നെ പറയുന്ന ആട് ചവയ്ക്കുന്നത് പോലെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് എല്ലാ ഡോക്ടർമാരും പറയാറുണ്ട്, ആയുർവേദ വൈദ്യന്മാർ പറയാറുണ്ട്. കാരണം ദഹനത്തിന് ഭംഗിയായി ദഹിക്കും. അപ്പോൾ അതിൽ നിന്ന് ആ ആഹാരത്തിൻ്റെ ഗുണഗണങ്ങൾ ഉണ്ടാവണമെങ്കിൽ നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ആന കുളിക്കുന്നത് പോലെ കുളിക്കണം. ആന കുളിക്കുന്നത് എങ്ങനെയാണ്? ആന കുളിപ്പിക്കുന്നതല്ല. ആന കുളിക്കുന്നത് മണ്ണൊക്കെ വാരി മേത്തിട്ടിട്ട്, അപ്പോൾ ആന കാട്ടിൽ കയറിയുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലായിരിക്കും. പക്ഷേ അതുപോലെ കുളിക്കണം എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് കുളിക്കുക, വളരെയധികം ആസ്വദിച്ച് കുളിക്കണം എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു കൃത്യതയും വ്യക്തതയും ഉണ്ടാവണം. അപ്പോൾ ആന കുളിക്കുന്നത് എങ്ങനെയാണ്? അത് ആസ്വദിച്ച് കുളിക്കുകയാണ് എന്നതുപോലെ ആയിരിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സുഭാഷിതങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ പല പല ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലുള്ള ജീവജാലങ്ങൾക്ക് പോലും ഓരോ പ്രത്യേകതകളുണ്ടെന്ന് സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.